നമസ്കാരം. ഞാൻ തോമസ് കളത്തിപ്പറമ്പിൽ. മുല്ലപ്പെരിയാർ എന്ന വാക്ക് ഒരു മഴക്കാലം വരുമ്പോൾ ഉയർന്നു കേൾക്കേണ്ട വാക്കാവരുത് ഇനി അങ്ങോട്ട്. ഇനി അത് മലയാളികളുടെ എല്ലാം ഹൃദയത്തിൽ പ്രതിധ്വനിക്കണം. മുല്ലപ്പെരിയാർ, മുല്ലപ്പെരിയാർ, മുല്ലപ്പെരിയാർ. എന്തിനു വേണ്ടിയാണെന്നറിയോ? നാളെ കേരളം മുങ്ങാതിരിക്കാൻ, നമ്മുടെ മക്കൾ, അടുത്ത തലമുറ ശ്വാസം മുട്ടി മരിക്കാതിരിക്കാൻ. ഒരുപക്ഷെ അടുത്ത തലമുറയിലേക്ക് മാറണമെന്നില്ല, നമുക്ക് വരെ ആ ദുരന്തമുണ്ടാകാം. ആ ദുരന്തമുണ്ടാകാതിരിക്കാൻ നമ്മൾ കേരളത്തിലെ മക്കൾ ഒരുമിച്ച് നിൽക്കണം. നമ്മൾ മുല്ലപ്പെരിയാറിന് വേണ്ടി കൈകോർക്കണം. ഒരുമിച്ച് നമ്മൾ കൈകോർക്കണം. ഈ വാക്കിനി എന്നും കേൾക്കണം, പുതിയൊരു ഡാം വരുന്നത് വരെ. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചാൽ അതിന് സാധിക്കും. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഒരു കുട്ടിക്ക് രോഗം വന്നാൽ കോടികൾ കൊടുക്കാൻ സന്നദ്ധതയുള്ളവരാണ് കേരളത്തിലുള്ളവർ. അതുപോലെ തന്നെ ഒരു ദുരന്തം വന്നാൽ ഒരുമിച്ച് നിൽക്കുന്നവരാണ് കേരളത്തിലുള്ളവർ. കേരളത്തിലെ മക്കളെ സഹായിക്കാനായിട്ട് മറ്റ് ദേശങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരുന്ന ഒരു നാടാണ് നമ്മുടേത്. ഒത്തിരി ആളുകൾ സ്നേഹിക്കുന്ന നാടാണ്. ഈ നാട് ഒരിക്കലും ഇല്ലാതാകാൻ പാടില്ല. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈ മുല്ലപ്പെരിയാർ എന്നുള്ള ശബ്ദം എന്നും കേൾക്കണം. നമ്മളാലാവുന്ന രീതിയിൽ നമ്മളത് പറയണം. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യണം. എനിക്കിവിടെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലൊരു ട്രസ്റ്റ് രൂപീകരിക്കുക. ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ വേണം, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതിനിധികൾ വേണം, അതുപോലെ രാഷ്ട്രീയ സംഘടനയിൽ നിന്നുള്ളവരുടെ പ്രതിനിധികൾ വേണം. അങ്ങനെ കേരളത്തിൻ്റെ ഉന്നതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒരുമിച്ച് കൂടി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക, മുല്ലപ്പെരിയാർ സേവ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കേരളത്തിലെ മക്കൾ ആ മുല്ലപ്പെരിയാറിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കാം. ആരെന്ത് തരുന്നു എന്നുള്ളത് കാത്തു നിൽക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. അപ്പോൾ വരും മുല്ലപ്പെരിയാർ, 10 മുല്ലപ്പെരിയാർ പണിയാനുള്ള പണം നമുക്ക് കിട്ടും. അനുഭവങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. ഇവിടെ ഒരു ദുരന്തം വന്നാൽ ഒറ്റക്ക് നിൽക്കുന്നവർ, നമ്മളെ സേവ് ചെയ്യുന്ന അന്യനാട്ടുകാർ, അന്യദേശക്കാർ എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും. നമുക്ക് നമ്മുടെ കേരളത്തിലെ സംരക്ഷിച്ചേ പറ്റൂ. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ദൈവം പല വ്യക്തികളിലൂടെ പറയുന്നുണ്ട്, നിങ്ങളത് ചെയ്യുന്നു. ദൈവത്തിന് ഒരിക്കലും നേരിട്ട് ഇറങ്ങി വന്നിട്ട് പറയാൻ പറ്റൂല. പല രീതിയിലായിരിക്കും, പല അടയാളങ്ങളിലൂടെ ആയിരിക്കും, പല വ്യക്തികളിലൂടെ ആയിരിക്കും ദൈവം സംസാരിക്കുന്നത്. നിങ്ങളത് കേൾക്കണം. കേട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്നിപ്പോൾ വയനാട്, അവിടെ കുറച്ച് മണ്ണിടിഞ്ഞ് വീണ് ഒരു ദേശം, ഒരു ഏരിയ മൊത്തമില്ലാതായി. അപ്പം ഈ മുല്ലപ്പെരിയാർ പൊട്ടിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് വയനാടിനെ സംരക്ഷിക്കാൻ ആളുകൾ കൂട്ടത്തോടെ ഒഴുകിയെത്താൻ ആളുകളുണ്ട്, സംരക്ഷിക്കാൻ ആളുകളുണ്ട്, രക്ഷപ്പെടുത്താൻ ആളുകളുണ്ട്. പക്ഷേ ഈ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ആരുണ്ടാകും രക്ഷപ്പെടുത്താൻ? ആരും ഉണ്ടാവില്ല. നമ്മളൊക്കെ കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്ത് എവിടെ പോകും? പ്രിയപ്പെട്ടവരെ, നമ്മളതിനു വേണ്ടി കൈകോർക്കണം. കൈകോർത്തേ പറ്റൂ. എല്ലാവരും ഈ മുല്ലപ്പെരിയാറിന് വേണ്ടി ഇനി അവരുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളും മാറ്റിവെക്കണം. നമ്മുടെ ആരാധനാലയങ്ങളിൽ കോടികളുടെ സ്വത്തുക്കൾ മാറ്റിവെച്ചിട്ടുണ്ട്, ആഭരണങ്ങളായിട്ടും മറ്റു രീതികളിലുമൊക്കെ. ഇറക്കട്ടെ കേരളത്തെ രക്ഷിക്കാനായിട്ട്. വെള്ളം വന്ന രീതിയിലൊക്കെ എന്താ കാര്യം ഇരിക്കുന്നത്? അതുപോലെ ബാങ്കുകളിൽ പലിശ വേണ്ടെന്നും പറഞ്ഞ് കൊണ്ടുപോയി പണമിടുന്ന ആളുകളുണ്ട്. അവരിനി പലിശ വാങ്ങിക്ക് കേരളത്തിനെ രക്ഷിക്കാനായിട്ട്. നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമ്പത്തുള്ളൂ. ദൈവം ഒരിക്കലും പറയില്ല ഇതിനൊന്നും ശിക്ഷ നമ്മൾ വിധിക്കില്ല. ദൈവത്തിൻ്റെ പണം മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ രാഷ്ട്രീയ സംഘടനകളിൽ നമുക്ക് ആവശ്യത്തിലേക്കാളേറെ പണമുണ്ടെങ്കിൽ, വ്യക്തികളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമ്മൾ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നല്ലതിനു വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി, കേരളം ഇല്ലാതാകാതിരിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാട് സംരക്ഷിക്കാനായിട്ട്. ദൈവം ഉണ്ടാവും നമ്മുടെ കൂടെ. നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ അതിൻ്റെ 10 മടങ്ങ് സ്റ്റെപ്പ് വെക്കാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ഇനി നമ്മളുടെ മുദ്രാവാക്യം ഒന്ന് മാത്രമായിരിക്കണം: കേരളത്തെ രക്ഷിക്കാൻ, മുല്ലപ്പെരിയാറിനെ രക്ഷിക്കാൻ നമ്മുടെ ശബ്ദം ഉയരണം. കേരളം മുങ്ങാതിരിക്കാൻ നമ്മുടെ ശബ്ദം ഉയരണം. മുല്ലപ്പെരിയാർ, 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 സേവ് കേരള. നമ്മളിനി എന്നും പറയണം. അതിനുവേണ്ടി എന്തും ചെയ്യണം.
നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാണുന്ന ഒരാൾ പോലും ഷെയർ ചെയ്യാതിരിക്കരുത്. നാളേക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മൾ മുങ്ങി മരിക്കാതിരിക്കാൻ വേണ്ടി, കേരളത്തിന് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കണേ. സേവ് മുല്ലപ്പെരിയാർ, സേവ് കേരള, സേവ് മുല്ലപ്പെരിയാർ, സേവ് കേരള, സേവ് മുല്ലപ്പെരിയാർ, സേവ് കേരള. എല്ലാവരും വിളിക്കണം. സ്കൂളുകളിൽ കുട്ടികൾ വിളിക്കണം. എല്ലാവരും കേരളത്തിലെ ജനങ്ങളുടെ മുദ്രാവാക്യം ഇതായിരിക്കണം. ഇനി ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം സേവ് സേവ് സേവ്. കേരളത്തിനെ സേവ് ചെയ്യാനായിട്ടുള്ള മുദ്രാവാക്യം നിങ്ങൾ വിളിക്കണം. സേവ് മുല്ലപ്പെരിയാർ, സേവ് കേരള. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ ഒരു പ്രാന്തനാണെന്ന് മാത്രം പറയരുത്. ഞാനിത് പറയണത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഈ കേരളം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു സാധാരണ വ്യക്തിയാണ്, ഒരു സാധാരണയിൽ സാധാരണ വ്യക്തി. പക്ഷേ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണേണ് കേരളം മുങ്ങരുത്, നമ്മൾ മുങ്ങരുത്.